ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ കർത്താവ് ഇടയാക്കിയതിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം. നമ്മൾ ഈ ദിവസങ്ങൾ ഒരുമിച്ചായിരിക്കുമ്പോൾ ഹൃദയത്തിന്റെ ഐക്യത്തിൽ ദൈവത്തിന്റെ വചനം നന്നായിട്ട് പഠിക്കാനായിട്ട് ദൈവം കർത്താവ് നമുക്ക് സഹായിക്കട്ടെ. ഞാൻ ഒരു വേദഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 8 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. എലീശ ശൂനേമിലേക്ക് പോയി. അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾ അവനെ ഭക്ഷണത്തിന് വരയണം എന്ന് നിർബന്ധിച്ചു. പിന്നത്തേതിൽ അവൻ ആ വഴി പോകുമ്പോഴൊക്കെയും ഭക്ഷണത്തിന് അവിടെ കയറി. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. നാം ചുവരുകളോടുകൂടിയ ഒരു ചെറിയ മാളിക മുറി പണിതുണ്ടാക്കുക. അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വയ്ക്കുക. അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവന് അവിടെ കയറി പാർക്കാമല്ലോ എന്ന് പറഞ്ഞു. നമുക്കൊക്കെ കേട്ടിട്ടുള്ളൊരു വേദഭാഗമാണ്, അറിയാവുന്ന വേദഭാഗമാണ്. അതിനകത്ത് 9-ാമത്തെ വാക്യം കുറച്ചുകൂടെ കൃത്യമായിട്ട് ഞാൻ എടുക്കുകയാണ്. അവൾ തന്റെ ഭർത്താവിനോട്, നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഇയാൾ വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു. കുറെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, behold, now I perceive this man is a holy man of God. Now I perceive. ഇപ്പോൾ ഞാൻ കാണുന്നു എന്നാണ്. ഞാൻ കാണുന്നത് മാത്രമല്ല, എന്താണ്? ഇപ്പോൾ ഞാൻ കാണുന്നു. എന്ത് കാണുന്നു? ഇയാള് വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാണുന്നു എന്നുള്ളതല്ല, ഞാൻ മനസ്സിലാക്കുന്നു. നമുക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. ബാക്കിയുള്ള ഏത് കാര്യത്തെ കുറിച്ച് നമ്മൾ ഒരു ആഡ്ജക്റ്റീവ് നമ്മൾക്ക് ഉപയോഗിക്കുന്നതിനേക്കാളും നമുക്ക് സന്തോഷമായിരിക്കും ഇയാളൊരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് പറയുന്നത്, ഇല്ലേ? അത്രയും സന്തോഷം നമുക്ക് വേറെ ഒരു കാര്യത്തിനും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ കാര്യത്തിന് കാണുന്നവരുണ്ടായിരിക്കാം, പക്ഷെ നോർമൽ കേസിൽ ഒരുമാതിരി നമുക്കൊക്കെ ഇഷ്ടമുള്ളൊരു കാര്യം നമ്മളെ ഒരാൾ എങ്ങനെ കാണണമെന്നാ? വിശുദ്ധനായ ഒരാളായിട്ട് കാണണമെന്നാ. അല്ലാതെ അയാൾ ഒരു ദുഷ്ടനാണ്, അശുദ്ധനാണ്, അയാളുടെ അടുത്ത് എന്നാരും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എന്ത്? വിശുദ്ധനായ ഒരു ദൈവപുരുഷൻ എന്ന്, അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന് എന്നെ കുറിച്ച് കേൾക്കണം എന്നുള്ള ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഒരാൾ വിശുദ്ധനാണെന്ന് എങ്ങനെയാണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? അല്ലെങ്കിൽ ഞാൻ ഒരാളെ കാണുമ്പോഴത്തേക്ക് അയാൾ വിശുദ്ധനാണോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിയുന്നത്? ഒരാളുടെ വേഷം കണ്ടത് നമുക്കറിയാമല്ലോ. കഥകളി കാണുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അത് അറിയാൻ വയ്യാത്തവർക്ക് അത് വലിയ പ്രയാസമാണ്. പക്ഷെ കഥകളിയിൽ പല വേഷങ്ങളുണ്ട്. വേഷങ്ങൾ എന്ന് പറയുമ്പോൾ പച്ച, ചുവപ്പ്, കത്തി എന്നൊക്കെ പറഞ്ഞ ഒത്തിരി വേഷങ്ങളുണ്ട്. അപ്പൊ ഒരു ക്യാരക്ടറിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ ഇട്ടിരിക്കുന്ന വേഷം നോക്കിയാൽ മതി. അയാൾ പച്ചയാണ് ഇട്ടിരിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ഇയാളൊരു നല്ല ക്യാരക്ടറാണ്, നല്ലൊരു മനുഷ്യനാണ്. കത്തി വേഷമാണെങ്കിൽ അതിനകത്തെ വില്ലനാണ്. ചുവപ്പാണെങ്കിൽ ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട്. എനിക്ക് എല്ലാം ഒന്നും അറിയത്തില്ല. പക്ഷേ വേഷം, കഥകളിയിൽ ഇങ്ങനെ വേഷം നോക്കിയിട്ട് ഒരാളെ നമുക്ക് വേർതിരിച്ചറിയാൻ കഴിയുമെങ്കിൽ ജീവിതത്തിൽ അത് പറ്റത്തില്ല. ജീവിതത്തിൽ നല്ല മനുഷ്യരെല്ലാം പച്ച കുത്തിക്കൊണ്ടൊന്നുമല്ലോ നടക്കുന്നത്, അല്ലെങ്കിൽ പച്ച മുഖത്തടിച്ചുകൊണ്ടൊന്നുമല്ലോ നടക്കുന്നത്. ആണോ? നല്ല മനുഷ്യരെല്ലാം പച്ച ദേഹത്ത് കുത്തി അല്ലെങ്കിൽ മുഖത്ത് പുരട്ടിക്കൊണ്ടും മറ്റുള്ളവരെല്ലാം കത്തിവേഷമായിട്ട് നടക്കുകയായിരുന്നെങ്കിൽ വേണ്ടിയല്ല. പക്ഷെ ഇപ്പൊ വന്നു എന്നുള്ള പ്രശ്നം എല്ലാവരും പച്ച കുത്തുക എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇറ്റ്സ് നോട്ട് ടാറ്റുവിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. എല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ എന്താ, ഒരു പച്ച വേഷമാണ്, വലിയ കുഴപ്പമില്ല എന്നുള്ള നിലയിലാണ് ഇപ്പൊ ആളുകളെല്ലാം നടക്കുന്നത്. പക്ഷെ അടുക്കുമ്പോഴാണ് അറിയുന്നത് എന്ത്, ഈ പുറമേ ഉള്ള വേഷമൊന്നുമല്ല അകത്തിരിക്കുന്നതെന്ന്. അപ്പൊ പുറമേ പച്ചയും ഉള്ളിൽ കത്തിയുമായിട്ടാണ് ഇപ്പൊ നല്ലൊരു ശതമാനം ആളുകൾ നടക്കുന്നത്. അതുകൊണ്ട് ഒരാളുടെ വേഷം നോക്കി, പുറമേ ഉള്ള കാര്യങ്ങൾ നോക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഒരു വ്യക്തി വിശുദ്ധനാണോ ഇല്ലയോ എന്നുള്ളത് പറയാനായിട്ട് കഴിയുന്നില്ല. യഥാർത്ഥ ജീവിതത്തിൽ വേഷം കൊണ്ടുള്ള ഒരു തിരിച്ചറിവ് ഓൾമോസ്റ്റ് അസാധ്യമാണെന്ന് തന്നെ പറയാം. പുറമേ ഉള്ള ഏത് കാര്യവും, ഒരു പക്ഷേ പുറമേ ഉള്ള കാര്യങ്ങൾ, അകമേ ഉള്ള കാര്യങ്ങളെ ഒളിച്ചു വെക്കാൻ പുറമേ ഉള്ള കാര്യങ്ങൾ കുറെ കൂടെ നന്നാക്കാൻ ആൾക്കാർ പരിശ്രമിക്കുന്നത്. പഴയ ഒരു സ്റ്റോറി ഉണ്ട്, സത്യവും ദ ലൈ ആൻഡ് ട്രൂത്ത്, സത്യവും കള്ളവും ഒരുമിച്ച് അവരൊരിക്കലും നടക്കുന്നതല്ല. പക്ഷെ ഒരു സ്ഥലത്ത് അറിയാതെ, അവർ രണ്ടുപേരും അറിഞ്ഞില്ല, രണ്ടുപേരും അറിയാതെ ഒരു സ്ഥലത്ത് വന്നു. ഒരു നദീതീരത്താണ്. അവർ തമ്മിൽ കണ്ടില്ല. ആദ്യം വന്നത് സത്യമാണ്. സത്യത്തിന് കുളിക്കാൻ ആഗ്രഹം ഉണ്ടായി. അതുകൊണ്ട് സത്യം സത്യം വളരെ മനോഹരമായ വസ്ത്രം ധരിച്ചാണ് നടന്നിരുന്നത്. സത്യം മനോഹരമായ വസ്ത്രം ഉരിഞ്ഞ് തീരത്ത് വെച്ചിട്ട് വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങി. അന്നേരമാണ് കള്ളം അവിടെ വന്നത്. കള്ളത്തിനും കുളിക്കാൻ തോന്നി. പക്ഷേ നോക്കിയപ്പോൾ വളരെ മനോഹരമായ സത്യത്തിന്റെ വേഷം കണ്ടപ്പോൾ
അത് ചിന്തിച്ചു. ഇപ്പൊ കുളിച്ചില്ലെങ്കിലും വേണ്ടുകയില്ല, ഏറ്റവും നല്ല കാര്യം എങ്ങനെയെങ്കിലും ഈ സത്യത്തിന്റെ മനോഹരമായ വസ്ത്രം അഴിച്ചെടുക്കുക, അല്ലെങ്കിൽ അത് സ്വന്തമാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഈ കള്ളത്തിന്റെ വേഷം വളരെ മുഷിഞ്ഞതെന്നുള്ളതല്ല, വേൺ ഔട്ട് ആയിട്ടുള്ള, വളരെ സ്റ്റിങ്കി ആയിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത, നാറുന്ന ഒരു വികൃതമായ വേഷമാണ് കള്ളത്തിൻ്റെത്. സത്യത്തിന്റെ വേഷം വളരെ മനോഹരമായിരുന്നു. പക്ഷേ സത്യം വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന സമയം കൊണ്ട് കള്ളം എന്ത് ചെയ്യുന്നറിയാമോ? പെട്ടെന്ന് അയാളുടെ മുഷിഞ്ഞ, കീറിപ്പറഞ്ഞ, വേൺ ഔട്ട് ആയിട്ടുള്ള വസ്ത്രം ഉരിഞ്ഞു വെച്ചിട്ട് പെട്ടെന്ന് സത്യത്തിന്റെ ആ മനോഹരമായ വസ്ത്രവും ധരിച്ചുകൊണ്ട് പെട്ടെന്ന് നടന്നു തുടങ്ങി. അപ്പോൾ സത്യം കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തു കയറി കഴിഞ്ഞപ്പോഴത്തേക്ക്, തീരത്ത് വന്നു കഴിഞ്ഞപ്പോൾ സത്യത്തിന്റെ വസ്ത്രം അവിടെ ഇല്ല, മനോഹരമായ വസ്ത്രമില്ല. പിന്നെ കണ്ടയാകെ ഉള്ള വസ്ത്രം ഇതുപോലെ വേൺ ഔട്ട് ആയിട്ടുള്ള, ഒന്നിനും കൊള്ളാത്ത, വൃത്തികെട്ടതായ ഒരു വസ്ത്രമാണ്. എന്തെങ്കിലും ഉടുക്കാതെ പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട്, ഇതൊരു കഥയാണ്, പക്ഷേ അത് വളരെ അർത്ഥവത്തായ ഒരു കഥയാണ്. എന്തെങ്കിലും ഉടുക്കാതെ പുറത്തു പോകാൻ കഴിയത്തില്ലല്ലോ എന്ന് വെച്ചുകൊണ്ട് സത്യം എന്ത് ചെയ്തെന്നറിയാമോ? ഈ വേൺ ഔട്ട് ആയിട്ടുള്ള, ആ വൃത്തികെട്ട, അല്ലെങ്കിൽ വളരെ മോശപ്പെട്ടതായ ഈ വസ്ത്രവും ധരിച്ചു കൊണ്ടുപോയി. ഈ കഥയിൽ ഇങ്ങനെയാണ് പറയുന്നത്, അന്ന് മുതൽ ഇന്ന് വരെയും സത്യത്തിന്റെ വസ്ത്രം വളരെ വിരൂപവും കള്ളത്തിന്റെ വസ്ത്രം വളരെ മനോഹരവുമാണ്. അതുകൊണ്ട് കള്ളത്തിന്റെ ഈ വസ്ത്രം, മനോഹരമായ വസ്ത്രം കണ്ട് പലരും ഇതിനോട് പെട്ടെന്ന് അട്രാക്റ്റഡ് ആകുന്നുണ്ട്. സത്യത്തോട് ഇഷ്ടമുള്ളവർ പോലും സത്യത്തിന്റെ ഈ വികൃതമായ വസ്ത്രം കാണുമ്പോൾ മാറി നിൽക്കുന്നുണ്ട്. ഇത് കള്ളമാണോ സത്യമാണോ എന്നുള്ളത് തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ വല്ലപ്പോഴുമെങ്കിലും ഈ സത്യം വിവസ്ത്രയാകുമ്പോൾ അതിനെ കാണുന്നവർ മാത്രമാണ്, അതിന്റെ പുറമോടി എടുത്തു കളയുമ്പോൾ, അതിന്റെ പുറത്തെ വസ്ത്രം ഉരിഞ്ഞു കളയുമ്പോൾ മാത്രമാണ് ഇതാണല്ലോ സത്യം എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നത്. ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത് ദാറ്റ്സ് എ നേക്കഡ് ട്രൂത്ത്. കാര്യം പുറമേ ഉള്ളത് സത്യത്തിന്റെ വസ്ത്രമല്ല, മനോഹരമായ വസ്ത്രമല്ല, എപ്പോഴും എന്താണ്? വികൃതമായ വസ്ത്രമാണ്. എന്നാൽ കള്ളം എപ്പോഴും മനോഹരമാണ്. അങ്ങനെ നമ്മളെ വഞ്ചിക്കത്തക്ക രീതിയിൽ, ഡിസ്ഗൈസ് ചെയ്യത്തക്ക രീതിയിലാണ് കള്ളവും സത്യവും ഈ ഭൂമിയിൽ നടക്കുന്നത് എന്നിങ്ങനെ ഈ കഥയിൽ പറയാണ്. ഇതേപോലെ തന്നെയാണ് വാസ്തവത്തിൽ ഇന്ന് നമ്മൾ ആരെ കണ്ടാലും, വ്യക്തികളെ കണ്ടാലും, ഏത് കാര്യവും, ഇൻക്ലൂഡിങ് നമ്മളുടെ ഒരു സോഷ്യൽ സെറ്റപ്പിലാണെങ്കിലും, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലാണെങ്കിലും, ഒരു സഭയിലാണെങ്കിലും, വ്യക്തികളിലാണെങ്കിലും, കുടുംബങ്ങളിലാണെങ്കിലും, അട്രാക്റ്റീവായിട്ടുള്ള വസ്ത്രം ധരിക്കുന്ന, അല്ലെങ്കിൽ അട്രാക്റ്റീവായിട്ടുള്ള പുറംമോടികളിൽ ജീവിക്കുന്ന, പുറംമോടികൾ കാട്ടുന്ന ആളുകളുമായിട്ട് അടുത്തു കഴിയുമ്പോഴാണ് നമ്മൾ തെറ്റിദ്ധരിക്കപ്പെട്ടെന്നും വഞ്ചിക്കപ്പെട്ടു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇതേപോലെ വ്യക്തികളെ കാണുമ്പോൾ ഒറ്റയടിക്ക് പുറമേ ഉള്ള കാര്യങ്ങൾ കണ്ട് നമ്മൾ ചിലപ്പോഴൊക്കെ ചിന്തിച്ചു പോകാറുണ്ട്, ഇയാൾ വളരെ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന്. എന്നാൽ ഈ ശൂന്യക്കാരത്തി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ അങ്ങനെ ഒറ്റയടിക്ക് ഇത് പറയുകയല്ല. അവൾ പറയുന്നത്, ഈ വ്യക്തി, അല്ലെങ്കിൽ നമ്മുടെ വഴിയായി കൂടെ കടന്നു പോകുന്ന ഈ വ്യക്തി വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന് ഇപ്പോൾ ഞാൻ കാണും. ഇപ്പോൾ എന്ന് പറയുന്നത് പ്രസന്റ് ടെൻസിലാണ് പറയുന്നത്. ഇപ്പോൾ, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ചില ആളുകളൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് നല്ല ആളുകളാണ്, മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നല്ല ആളുകളാണ്, അല്ലാതെ പിന്നെ അങ്ങനെ പറയുന്നത് അത് മോശമല്ലേ? അപ്പൊ അതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ മരിച്ചു കഴിഞ്ഞാൽ എല്ലാവരെ കുറിച്ച് നല്ല കാര്യങ്ങളെ പറയത്തുള്ളൂ. അത് സത്യമാകണം നിർബന്ധമില്ല. മരിച്ചു കിടക്കുന്ന ഒരാളെ കുറിച്ച് പറയുന്ന കാര്യങ്ങൾ മിക്കപ്പോഴും സത്യമാകാൻ സാധ്യതയില്ല. ലോകത്തിലേക്കും ലുപ്റ്റ് പിടിച്ച, ആരെ സഹായിക്കാത്ത, ഒരുത്തർക്കും ഒന്നും ചെയ്യാത്ത, ഒരു ഗുണവും ചെയ്യാത്ത ഒരു വ്യക്തി മരിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിക്കാരും എല്ലാവരും കൂടെ വന്ന് ഇയാളുടെ ദാനശീലത്തെക്കുറിച്ചൊക്കെ ഒത്തിരി വിവരിച്ചു. ഇയാൾ എല്ലാവർക്കും ദാനം കൊടുക്കുന്ന ആളായിരുന്നെന്നും, മഹാകാരുണ്യവാനായിരുന്നെന്നും, അനേകർക്ക് അത് ചെയ്തെന്നും ഇത് ചെയ്യുന്നൊക്കെ പള്ളിയിലുള്ള എല്ലാവരും കൂടെ വിവരിച്ചപ്പോൾ കരഞ്ഞോണ്ടിരിക്കുന്ന ഭാര്യ മോനെ ഇങ്ങ് അടുത്ത് വിളിച്ചു. മോനെ, നീ ആ ബോഡിയുടെ മുഖം ഒന്നുകൂടെ ഒന്ന് നോക്കിക്കേ, മരിച്ചു കിടക്കുന്നത് നമ്മുടെ ഡാഡി തന്നെ ആണോ എന്ന്. കാര്യം ഇവിടെ പറയുന്ന കേട്ടിട്ട് നമ്മുടെ ഡാഡിയുടെ സ്വഭാവമൊന്നും അല്ല ശരിക്കും പറയുന്നത്. അപ്പൊ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ആളുകൾ എന്താ ചെയ്യുന്നത്? അതുവരെ ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ മറന്നിട്ട് പെട്ടെന്ന് വളരെ ഫ്ലാറ്ററി എന്ന് നമ്മൾ പറയുമല്ലോ, മുഖസ്തുതി പറയാനായിട്ട് ഒരു മടിയും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലാണ്. അല്ലെങ്കിൽ അത് ദാറ്റ്സ് എ കോമൺ തിങ്. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തിനാ ആളുകളെ വിഷമിപ്പിക്കുന്നു എന്നുള്ളതായിരിക്കും ഒരു പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ഇവിടെ ശൂന്യക്കാരത്തെ സ്ത്രീ പറയുന്നത്, നൗ ഐ പെർസീവ് ദാറ്റ് ദിസ് മാൻ ഈസ് എ ഹോളി മാൻ ഓഫ് ഗാഡ്. ഇപ്പോൾ ഞാൻ തിരിച്ചറിയുന്നു ഈ വ്യക്തി, അയാളുടെ കഴിഞ്ഞകാല ജീവിതമോ അല്ലെങ്കിൽ വരാൻ പോകുന്ന കാലഘട്ടത്തിലോ ഉള്ള കാര്യമല്ല. സാക്ഷ്യം എപ്പോഴും ലഭിക്കേണ്ടത് നമ്മുടെ വർത്തമാനകാല ജീവിതത്തിലാണ്. എൻ്റെ ഒരു സുഹൃത്ത് പാട്ടുകാരായ ആളുകളെ കുറിച്ച് എഴുതാനായിട്ട് പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ ഇന്നലെ അദ്ദേഹത്തോട് സംസാരിച്ചു. എൻ്റെ കൂടെ SB കോളേജിൽ പഠിച്ചതാണ്. അദ്ദേഹത്തിന്റെ പാസ്റ്റർ പറഞ്ഞു,
എന്റെ പൊന്നു സഹോദര, പാട്ടുകാരെ കുറിച്ച് എഴുതുന്നൊക്കെ കൊള്ളാം, പക്ഷെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് അവരുടെ ജീവാവസാനം ഓർത്ത് എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് പാട്ടുകാര് പാട്ട് പാടിയപ്പോൾ എങ്ങനെ ജീവിച്ചു എന്നുള്ളത് വെച്ചുകൊണ്ടൊന്നും നിങ്ങൾ പോയി എഴുതിയേക്കരുത്. ഒന്ന് വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്താൽ ഒടുവിൽ എങ്ങനെയാണ് അവരുടെ ജീവാവസാനം. പലപ്പോഴും നമുക്കറിയാമല്ലോ, പല വലിയ വലിയ ആളുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതുണ്ട്. പക്ഷെ ജീവാവസാനം നോക്കി കഴിയുമ്പോഴാണ് മനസ്സിലാകുന്നത് എഴുതിയതും പറഞ്ഞതും ഒന്നും ഇവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് കഴിഞ്ഞില്ല എന്നുള്ളത്. ഇപ്പോൾ പ്രസന്റായിട്ട് നമുക്കിപ്പം ഒരു പാസ്റ്റായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഫ്യൂച്ചറിലെ കാര്യങ്ങൾ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് വാച്ച്ഫുൾ ആയിരിക്കണം. പക്ഷെ ശരിക്കും സാക്ഷ്യം ലഭിക്കേണ്ടത് ഇപ്പോഴുള്ള എന്റെ ലൈഫിനെ കുറിച്ചാണ്. ഇപ്പോഴെന്റെ ലൈഫിനെ കുറിച്ചാണ്. അത് ചിലപ്പോൾ നമ്മൾ പറയുമല്ലോ, എനിക്ക് ആരുടെയും സാക്ഷ്യം വേണ്ട, എനിക്ക് ദൈവത്തിന്റെ സാക്ഷ്യം മതിയെന്ന്. അത് ഇവിടെ കിട്ടാത്തതുകൊണ്ടാണ് പലപ്പോഴും പറയുന്നത് എനിക്ക് ആരുടെയും സാക്ഷ്യം വേണ്ട, ദൈവത്തിന്റെ സാക്ഷ്യം മതിയെന്ന്. ഞാൻ പറയട്ടെ, നമുക്ക് ദൈവത്തിന്റെ സാക്ഷ്യം മാത്രമൊന്നും പോരാ, ഇവിടെയും സാക്ഷ്യം വേണം. അങ്ങനെയാണല്ലോ വേദപുസ്തകം ശരിക്കും പഠിപ്പിക്കുന്നത്. നമുക്ക് മനുഷ്യന്റെ സാക്ഷ്യം ആവശ്യമില്ലെന്നുള്ളതല്ല, ഒരുപക്ഷെ എങ്ങനെയുള്ളവരുടെ സാക്ഷ്യമെന്ന്. ഇപ്പോൾ ഒന്ന്, ദൈവത്തിൽ നിന്ന് സാക്ഷ്യം വേണം. രണ്ട്, മനുഷ്യരിൽ നിന്നും വേണം. പക്ഷേ ഈ മനുഷ്യർ എങ്ങനെയുള്ള മനുഷ്യരാണെന്ന് ചോദിക്കുന്നു. ഇപ്പൊ ശൂന്യംകാരത്തി സ്ത്രീയെ കുറിച്ച് 8-ാം വാക്യത്തിൽ അവിടെ പറയുന്നത് അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നതാണ്. പക്ഷേ ശരിക്കും ഇവിടെ ധനികയായ സ്ത്രീ എന്ന മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത് ധനിക എന്ന അർത്ഥത്തിലല്ല. അവൾ ഷീ വാസ് എ നോബിൾ വുമൺ എന്നാണ്. അവൾ ഉത്തമയായ ഒരു സ്ത്രീ ആയിരുന്നെന്നാണ്. അല്ലാതെ പണം കൊണ്ട് മാത്രം, അവൾ പണക്കാരിയായിരുന്നത് മാത്രമല്ല ശരിക്കും അതിന്റെ അർത്ഥം. ഷീ വാസ് എ ഗ്രേറ്റ് വുമൺ. അവൾ ഉത്തമയായ ഒരു സ്ത്രീ ആയിരുന്നു. അപ്പൊ ആരിൽ നിന്നാണ് ഇവിടെ സാക്ഷ്യം പ്രാപിച്ചിരിക്കുന്നത്? ഉത്തമയായ ഒരു സ്ത്രീയിൽ നിന്നാണ്. കള്ളുകുടിയന്മാർക്ക് ഒരു പക്ഷേ കള്ളുകുടിയന്മാരെ വലിയ സ്നേഹമായിരിക്കും. ചിലപ്പോൾ അവർ പറയുന്ന, ഞാനൊരു ആളെ കുറിച്ച്, നമ്മുടെ പള്ളിയിൽ കൊയറിൽ പാട്ടൊക്കെ പാടുന്ന ഒരാളെ കുറിച്ച്, ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാളെ കുറിച്ച് താഴെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിയ ഒരാൾ പറയുന്ന കേട്ടതാ, എന്റെ പൊന്നു മോനെ, അവൻ പള്ളിയിലൊക്കെ പാട്ട് പാടുമെന്നുള്ളതേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല, നമ്മുടെ കൂടെ ചേരുന്ന ആളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കള്ളു കുടിക്കാൻ നേരം അവനൊരു നല്ല പയ്യനാ, നമുക്കൊരു പൈന്റ് വാങ്ങിത്തരാൻ അവനൊരു മടിയുമില്ല. ഇത് പറഞ്ഞതാണ്. ഏതാ, പള്ളിയിൽ പാട്ട് പാടിക്കോളും, പക്ഷേ നമുക്കൊരു പൈന്റ് വാങ്ങിച്ചാൽ ഒരു മടിയുമില്ല, നല്ല ചെറുക്കനാണെന്ന്. അപ്പൊ നല്ല ചെറുക്കനാണെന്നുള്ള ഒരു സാക്ഷ്യം ലഭിക്കുന്നത് ആരിൽ നിന്നാണെന്നുള്ള ഒരു ചോദ്യമുണ്ട്. അല്ലെ, ഒരു നല്ല കൊച്ചാണ് എന്നുള്ള സാക്ഷ്യം ലഭിക്കുന്നത് ആരിൽ നിന്നാണ് എന്നുള്ളതൊരു ചോദ്യമുണ്ട്. നമ്മുടെ നാട്ടിലെ ഉത്തമരായ ആളുകളിൽ നിന്ന്, ഉത്തമരായ സ്ത്രീകളിൽ നിന്ന്, ആത്മീകരായ നമ്മുടെ സഭയിലെ ആത്മീകർ പറയണം ഇവൻ നല്ലവനാണോ ഇല്ലയോ എന്ന്. സഭയ്ക്കകത്ത് എല്ലാ പൊളിറ്റിക്സിനകത്തും കയറി നടക്കുന്നവർ, അവര് മലയാളത്തിൽ ഒരു ചൊല്ലുണ്ടല്ലോ, ഈനാമ്പേച്ചയ്ക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറയുമല്ലോ എന്ന് പറയുന്നത് പോലെ, എന്താ ഈ ഉള്ള പൊളിറ്റിക്സും കളിച്ച് എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചു നടക്കുന്ന അവര് ഭയങ്കര സ്നേഹമായിരിക്കും. അപ്പൊ അവരിൽ നിന്നൊരു സ്നേഹമോ അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരു സാക്ഷ്യമോ കിട്ടുന്നത് കൊണ്ട് അർത്ഥമില്ല. ഇവിടെ എലീശായ്ക്ക് സാക്ഷ്യം കിട്ടിയത് ആരിൽ നിന്നാണ്? ഉത്തമയായ ഒരു സ്ത്രീയിൽ നിന്നാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ഈ സ്ത്രീ സാക്ഷ്യം പറയുന്നത് ഒറ്റ കാഴ്ചയിലല്ല, ഒരു പക്ഷേ ഒരു ക്ലോസ് വാച്ചിൽ നിന്നാണ്. അവള് പെട്ടെന്ന് കേറി ഒരു മുഖം ഒന്ന് കണ്ടേച്ചങ്ങ് പറയുമൊന്നുമല്ല. ചിലപ്പോൾ ചിലരുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര നല്ല ആളുകളായിരിക്കും. നോർത്ത് ഇന്ത്യയിലെ പല ആളുകൾ, പ്രത്യേകിച്ച് ഈ മാർവാടികളൊക്കെ, ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ആണെങ്കിൽ ഈ മാർവാടികൾ ഒത്തിരി ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട്. ഇവരുടെയൊക്കെ മുഖം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും ഇവർ വല്ല വിശ്വാസത്തിലുള്ളവരാണെന്ന്. അതുപോലെ നല്ല ക്ലീൻ ഷേവൊക്കെ അടിച്ച് നല്ല കുട്ടപ്പനായിട്ട് കണ്ടാല് ചിലപ്പോൾ ആളുകൾ അയ്യോ എന്തോ ഒരു ദൈവ തേജസ് എന്ന് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു പോകും. അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മാർവാടിയുടെ മുഖം കണ്ടിട്ട് എന്തോ പറയും, ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞാൽ എന്തൊരു ദൈവ തേജസ്. പക്ഷേ അവൻ 36% പലിശയ്ക്ക് കൊടുത്ത് ഏതൊക്കെ രീതിയിൽ മനുഷ്യനെ കളിപ്പിക്കാമോ ആ കളിപ്പിയിലെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നവനാ. പക്ഷെ ഇവന്റെ മുഖം കാണുമ്പോൾ നല്ല അങ്ങനെ ഒരു പ്രകാശം തോന്നുന്നത് പോലെ തോന്നിയതുകൊണ്ട് അങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഉടനെ പറയുകയല്ല ശിവനേക്കാരത്തി ഇവൻ വിശുദ്ധനായ ഒരു മനുഷ്യനാണെന്ന്. പിന്നെ എങ്ങനെ പറയുന്നത്? ഒരു ക്ലോസ് വാച്ചിന് ശേഷമാണ്, ഒരു നന്നായിട്ടൊരു വാച്ച് ചെയ്തതിന് ശേഷം. ഇവിടെ ഞാൻ പെട്ടെന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അവിടെ ഓർക്കേണ്ട കാര്യമുണ്ട്. ഈ സാക്ഷ്യത്തിനകത്താണെങ്കിലും ഒരു പക്ഷേ ആദ്യം കാണുന്ന സമയത്തായിരിക്കത്തില്ല. എലീശ ഒരു പക്ഷേ ഒരു മീറ്റിംഗ് നടത്തിയപ്പോൾ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് ഈ സ്ത്രീ വന്ന് കാണുമെന്ന് എന്റെ ചിന്ത. എലീശ ക്രൂസൈഡ് വല്ലതും നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തൊന്നുമില്ല. അന്ന് ക്രൂസൈഡ് ഒന്നും ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ മീറ്റിങ്ങുകളോ അല്ലാതെ വഴി കൂടെ നടന്നു പോകുന്ന കൂട്ടത്തിൽ വെറുതെ വലിച്ചു കയറ്റി അല്ലെങ്കിൽ നമ്മളിപ്പോൾ വഴിപോക്കരായ ഒരാൾക്ക് വേണമെങ്കിലും ചിലപ്പോൾ ഭക്ഷണമൊക്കെ കൊടുക്കുമായിരിക്കും. അങ്ങനെ വഴിപോക്കർ എന്നുള്ള നിലയിൽ മാത്രം കണ്ട് ആണ് ഈ സ്ത്രീ വീട്ടിൽ കയറ്റി ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. നേരത്തെ അറിയാവുന്ന ആളായിരിക്കണം. അറിയാവുന്നത് എങ്ങനെയാണ്? ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോയിട്ടോ വല്ലതുമായിരിക്കും. ഈ മീറ്റിങ്ങിനൊക്കെ പോയി ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് പിന്നീട് ഇവരെ വീട്ടിൽ കൊണ്ടുവന്ന് ഭക്ഷണം കഴിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഇവൾ പറയുന്നത് എന്ത്? ഈ മനുഷ്യൻ വിശുദ്ധനായ ഒരു ദൈവപുരുഷനാണെന്ന്. പക്ഷെ സാക്ഷ്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന വാക്ക് വിശുദ്ധനായ ദൈവപുരുഷൻ എന്നാ. വേറെ ഒന്നും അവളെ അട്രാക്ട് ചെയ്തിട്ടില്ല.
ഇവള് പറയാൻ പരിശ്രമിക്കുന്നില്ല, ശൂന്യംകാരത്തി പറയുന്നില്ല ഈ വ്യക്തി എന്താണ് നല്ല ഒരു പ്രവാചകനാണ്, അതല്ലെങ്കിൽ ഈ വ്യക്തി ഒത്തിരി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന ആളാണ്, അല്ലെങ്കിൽ അയാളുടെ മിനിസ്ട്രി ഭയങ്കരമാണ്, ഭയങ്കര ശക്തമായ ദൂതാണ് അദ്ദേഹം നൽകുന്നത്. ഇതൊന്നും പറയുന്നില്ല. ഞാൻ പറയട്ടെ, ഒരാളുടെ സാക്ഷ്യം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ സ്വഭാവമാണ്, അല്ലാതെ അയാളുടെ കഴിവല്ല. നമ്മൾ പലപ്പോഴും ഒരാളെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് അയാളുടെ കഴിവ് വെച്ചുകൊണ്ടാണ് പറയുന്നത്. പക്ഷെ ശൂന്യംകാരത്തി സാക്ഷ്യം പറയുന്നത് എന്താ? ആ വ്യക്തിയുടെ സ്വഭാവമാണ്. വിശുദ്ധി എന്ന് പറയുന്നത് അത് സ്വഭാവമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മളെക്കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ മിനിസ്ട്രിയെ കുറിച്ചല്ല, നമ്മളെ കുറിച്ച് ഒരാൾ സാക്ഷ്യം പറയേണ്ടത് നമ്മുടെ സ്വഭാവത്തെ കുറിച്ചാണ്. പക്ഷെ ഇന്നിപ്പം നമ്മൾ ഒരാളെ കുറിച്ച് പറയുമ്പോഴെല്ലാം നല്ല മിനിസ്ട്രി ആണെന്നൊക്കെ ആയിരിക്കും പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഈ വ്യക്തി പ്രസംഗമൊക്കെ കഴിഞ്ഞപ്പോൾ സ്റ്റേജിലെ ശുശ്രൂഷ വെച്ചിട്ട്, അല്ലെങ്കിൽ ഏലീശായുടെ സ്റ്റേജിലെ ശുശ്രൂഷ വെച്ചിട്ടൊന്നുമല്ല ഈ ശൂന്യംകാരത്തി ഏലീശായെ കുറിച്ച് സംസാരിക്കുന്നത്. സ്റ്റേജിലെ ശുശ്രൂഷ വെച്ച് ഒരാളെ വിധിക്കാനായിട്ടും അയാളുടെ സ്വഭാവം മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയത്തില്ല. കാര്യം സ്റ്റേജിൽ പലപ്പോഴും കാണിക്കുന്ന ഒരു പടമാണ്. സ്റ്റേജിൽ ഒരു പക്ഷേ വലിയ പെർഫോമൻസും മറ്റുള്ള കാര്യങ്ങളും കാണിക്കുന്ന ആളുകൾ, അവരിൽ നല്ലൊരു ശതമാനവും ഞാൻ മനസ്സിലാക്കിയിടത്തോളം അവരുടെ ജീവിതത്തിൽ വലിയൊരു പരാജയമാണ്. അത് വേറൊരു ലോകമാണ്. സ്റ്റേജിൽ ഭയങ്കര ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരാള് ഒരു കട്ടിലും ചുമന്നുകൊണ്ട് സ്റ്റേജിലോട്ട് വരുന്നു. കൂടെ ഒരു സ്ത്രീയുമുണ്ട്. ആരെന്നറിയാമോ? ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുടെ സ്ത്രീ ഒരു കട്ടിലും ചുമന്നുകൊണ്ട് ഒരാളെ, ഒരു ചുമട്ടുകാരനെ കൊണ്ട് ഒരു കട്ടിലും ഒക്കെ ചുമപ്പിച്ചുകൊണ്ട് വരിക. അപ്പൊ കട്ടിലും ചുമന്നുകൊണ്ട് ഈ സ്റ്റേജിൽ ഇട്ടിട്ട് സ്ത്രീ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തന്നെ അങ്ങ് താമസിച്ചോ, സ്റ്റേജിലാകുമ്പോൾ നിങ്ങൾ വളരെ നല്ല ആളാ, പക്ഷെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല, ഞാൻ കാണുന്ന ആള് വേറെ ആളാ, അതുകൊണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കാനുള്ള മാർഗം എവിടെയൊക്കെ താമസിച്ചാൽ മതി. സ്റ്റേജ് അതിനൊരു കട്ടിൽ കൊണ്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. നമ്മൾ ഹിന്ദിയിൽ പറയുമല്ലോ, സ്റ്റേജ് മേ ദൂത് ഹേ ഘർ മേ ഭൂത് ഹേ. സ്റ്റേജ് മേ ദൂത് ഹേ ഘർ മേ ഭൂത് ഹേ. സ്റ്റേജിൽ വലിയ ദൂതനാണ്, ഇറ്റ് ഈസ് ആൻ ഏഞ്ചൽ. പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ഭൂതമാണ്. അതിനിപ്പോ ഒരു മടിയുമില്ലാത്ത, അതായത് സ്റ്റേജിലെ ലൈഫും വീട്ടിലെ ലൈഫും അല്ലെങ്കിൽ പ്രൈവറ്റ് ലൈഫും തമ്മിൽ വ്യത്യാസം ഉണ്ടായാൽ ഒരു മടിയുമില്ലാതെ പിന്നെയും സ്റ്റേജിൽ കയറി വലിയ ആള് കളിക്കാൻ ആർക്കും ഒരു മടിയുമില്ലാത്തൊരു കാര്യമാണ്. ഞാൻ പറയട്ടെ, വീട്ടിൽ ഭൂതമാണെങ്കിൽ നീ സ്റ്റേജിൽ കയറരുത്, ദയവ് ചെയ്ത്. അത്രയെങ്കിലും ഒരു കാര്യം ചെയ്യണം. ബാക്കിയുള്ളതൊക്കെ പോകട്ടെ, സ്റ്റേജിൽ ഭൂതമായിട്ട് അങ്ങനെ ഇരിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വീട്ടിൽ ഭൂതമാണെങ്കിൽ ദയവ് ചെയ്ത് സ്റ്റേജിൽ വന്ന് വലിയ ഇളക്കിനും പരിപാടിക്കും ഒന്നും വരരുത്. അത്രയുമെങ്കിലും ഉപകാരം ദൈവസഭയോട് ചെയ്യുന്നതാണ് നിങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇവിടെ സ്റ്റേജിൽ കാണുന്ന ആളല്ല, കുറച്ചടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവിടെ സ്റ്റേജിൽ പക്ഷെ ഒരു അത്ഭുതങ്ങൾ കാണുമായിരിക്കും, മറ്റുള്ള കാര്യങ്ങളെല്ലാം കാണുമായിരിക്കും. സ്റ്റേജിലെ കാര്യങ്ങൾ കണ്ടൊരാളെ വിധിക്കാനും പാടില്ല. ഒരു ക്രൂസൈഡ് കഴിഞ്ഞിട്ട് 2-3 ചെറുപ്പക്കാർ എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. വെച്ചാൽ ഞങ്ങൾ അവിടെ അത്ഭുതം കണ്ടു, പക്ഷെ യേശുവിനെ കണ്ടു. ഞങ്ങൾ സ്റ്റേജിൽ അത്ഭുതം കണ്ടു, പക്ഷെ എന്ത് കണ്ടില്ല? യേശുവിനെ കണ്ടില്ല. അപ്പോൾ യേശുവിനെ ഇല്ലാതെ അത്ഭുതം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ യേശുവിന്റെ സ്വഭാവം കൂടാതെ വിശുദ്ധമായ ഒരു ജീവിതമില്ലാതെയും അത്ഭുതം നടത്തുന്ന ആളുകൾ. അപ്പൊ ചിലപ്പോൾ ചോദിക്കുക, ആളുകൾ ചോദിക്കണം, അയാളൊരു വിശുദ്ധൻ അല്ലെങ്കിൽ എങ്ങനെ ഇത്ര ശക്തി പ്രസംഗിക്കുന്നത്? ചിലപ്പോൾ അല്ലെങ്കിൽ അയാളൊരു വിശുദ്ധൻ അല്ലെങ്കിൽ എങ്ങനെ അത്ഭുതത്തിന്റെ ശുശ്രൂഷ നടത്തുന്നത്? ഇതെല്ലാം സ്വാഭാവികമായിട്ട് നമുക്ക് ചോദിക്കാവുന്ന ചോദ്യങ്ങളാണ്. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോകുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ആളുകൾക്കെല്ലാം പലപ്പോഴും ആളുകൾ ചോദിച്ചിട്ടുണ്ട്, എങ്ങനെയാ സാജു ഈ ആളുകൾ ഇതും ചെയ്യുന്നുണ്ട്? അത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും അറിയാം, ഇന്ന തെറ്റുകൾ അയാൾ ചെയ്യുന്നുണ്ടെന്നുള്ളത്. പക്ഷേ സ്റ്റേജിലോട്ട് കയറി കഴിയുമ്പോഴത്തേക്ക് ഇയാൾ ഭയങ്കര ഡിഫറന്റ് ആണ്. ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ ഈ രോഗികൾ സൗഖ്യമാകുന്നത്? ഇയാൾ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് ഈ അത്ഭുതം നടക്കുന്നത്? ഞാൻ പറയട്ടെ, ഇത് രണ്ടും കൂടെ നടക്കത്തില്ലെന്നായിരുന്നു ഒരിക്കൽ എന്റെ ചിന്ത. പക്ഷേ വേദപുസ്തകം ഇത് രണ്ടും കൂടെ നടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്.